Blessing today. ബ്ലെസ്സിംഗ് ടുഡേൻ്റെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്, നല്ല അനുഗ്രഹമുള്ള പ്രോഗ്രാമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ സന്തോഷത്തോടു കൂടി നടക്കുവാൻ, ദൈവേഷ്ടത്തിൽ നടക്കുവാനും, അതുപോലെ തന്നെ യേശു കർത്താവിൻ്റെ വഴികളിലും സിൻസിയറായിട്ട് നടന്നു പോകാനും നമുക്കൊരു കൈത്താങ്ങായിട്ട് തരുന്ന നല്ലൊരു പ്രോഗ്രാമാണ് ബ്ലെസ്സിംഗ് ടുഡേൻ്റെ പ്രോഗ്രാം. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഈ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ അനേക എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരോടും, ബ്ലെസ്സിംഗ് ടുഡേയുടെ പാർട്ട്നേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നവർക്കായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് UK നിന്നുള്ള ഫീബ, റീമ, ഡെബി, ഈ 3 പേർക്കുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഫാദർ, എസ്പെഷ്യലി we give you thanks for all the blessings that you have showered upon this family. In the name of Jesus, I pray that you may release health and very good educational blessings and future upon Faber, Rima and Debbie, Lord, in the name of Jesus. കർത്താവെ, അതുപോലെ തന്നെ ഈ പെൺകുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ധാരാളമായി കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പെരുമ്പാവൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങളതോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൈറോയിഡ് പൂർണ്ണമായും സൗഖ്യമാകട്ടെ. അതുപോലെ ഡിസ്കിൻ്റെ തേയ്മാനം യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ആത്മീയ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ. ക്രിസ്തുവിൽ വളരുവാനങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ 2 സ്പോൺസറെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആൻറ്റിയുടെ പേര് സുമതി. ആൻറ്റി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. കണ്ണൂരാണ് ആൻറ്റിയുടെ വീട്. ആൻറ്റിക്ക് 2 വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡേക്ക് തനിക്കൊരു മാറ്റം ലഭിച്ചു. കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് നല്ല ദൂരമുണ്ട്. അപ്പോൾ യാത്രയും ഇതുമൊക്കെ തനിക്ക് വളരെയധികം പ്രശ്നമായി. മാത്രമല്ല, തനിക്ക് 20 വർഷത്തോളമായി തനിക്ക് കടുത്ത ശ്വാസമുട്ടലുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്വാസമുട്ടലുണ്ടായിരുന്നതുകൊണ്ട് തനിക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, വീട്ടിലെ ജോലികൾ ചെയ്യാൻ പ്രയാസമായിരുന്നു, തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പ്രയാസമായിരുന്നു. അങ്ങനെ ഒത്തിരി 20 വർഷം നല്ല രീതിയിൽ, കാര്യമായ രീതിയിൽ തനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. താൻ ഒത്തിരി മരുന്നുകളെല്ലാം ചെയ്തു. എന്നിട്ട് അത് പൂർണ്ണമായിട്ട് തനിക്ക് ഒരിക്കലും അതിൽ നിന്ന് മാറ്റം ലഭിച്ചിരുന്നില്ല. ഇവർ കഴിഞ്ഞ മെയ് മാസം 17-ാം തീയതി കണ്ണൂരിൽ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ ആൻറ്റി വന്ന സമയത്ത് ഇവർ ആ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള കാര്യം ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിന് വേണ്ടിയുള്ള പേപ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താൻ മൂവ് ചെയ്തിരുന്നില്ല. അന്ന് അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഡാമിയൻ അദ്ദേഹം പരിശുദ്ധന്മാവ് കൊടുത്ത പോലെ അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് അനുകൂലമായി ഫയൽ വർക്കുകളെല്ലാം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു എന്ന് ബ്രദർ ഡാമിയൻ പറയുവാനിടയായി. ചില ഫയലുകൾ ചലിക്കാൻ തുടങ്ങുന്നു. ഇതുവരെ നീങ്ങാത്ത ഫയലുകൾ നിനക്ക് വേണ്ടി നീക്കുന്ന ഒരു കരമുണ്ട്. ഇത് പറഞ്ഞ ആ സമയത്ത് തന്നെ സഹോദരി അത് വിശ്വസിച്ചു. എൻ്റെ കാര്യമാണ് കർത്താവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് താൻ വിശ്വസിച്ചു. ഈ സഹോദരി പറഞ്ഞത് 17/5 തനിക്ക് താൻ ആ ഒരു മീറ്റിങ്ങിന് വന്ന് താൻ ഇങ്ങനെ ഒരു ബ്രദർ ഡാമിയൻ പറഞ്ഞ വാക്കുകൾ കേൾക്കുന്നത്. എന്നാൽ പിറ്റേ മാസം 8-ാം തീയതി ആയപ്പോഴേക്കും തനിക്ക് കാസർഗോഡ് നിന്ന് കണ്ണൂരേക്ക് തനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. ഒന്നാമത്തെ സാക്ഷ്യം. തനിക്ക് ഒരു രീതിയിലും അങ്ങനെ ആ ഒരു ട്രാൻസ്ഫർ ലഭിക്കേണ്ടതല്ലായിരുന്നു. പക്ഷേ ഒരാൾ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് വന്നു. പക്ഷെ വളരെ പെട്ടെന്ന് ഇത് പറഞ്ഞ് വിതിൻ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കർത്താവ് 1-ാമത്തെ അത്ഭുതം തൻ്റെ ജീവിതത്തിൽ ചെയ്തു. 2-ാമത്തെ കാര്യം, ഇവർ എല്ലാ ദിവസവും ഈ സഹോദരി TV-യിലൂടെ ബ്രദറും സിസ്റ്ററും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൈനീട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ആ ശ്വാസമുട്ട് മാറാനായിട്ട്. സഹോദരി പറഞ്ഞത് എല്ലാ ദിവസവും ഇവർ
ഇതിനുള്ള മരുന്നും ഉപയോഗിക്കുമായിരുന്നു. ഈ സഹോദരി പറഞ്ഞത് കഴിഞ്ഞ 1 മാസമായിട്ട് തനിക്ക് അതിൽ നിന്ന് പരിപൂർണമായി താൻ സൗഖ്യമായി. താൻ പറഞ്ഞു താനിപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇപ്പോൾ തണുത്ത വെള്ളത്തിൽ കൈ കഴുകുക അങ്ങനെ ജോലി ചെയ്യുന്ന കാര്യത്തിലൊന്നും തനിക്ക് യാതൊരു കുഴപ്പമില്ല, തണുത്ത വെള്ളത്തിൽ കുടിക്കുന്നതിന് കുഴപ്പമില്ല. 20 വർഷമായി തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് അത്ഭുതകരമായി ആ രോഗം സൗഖ്യമാക്കുക മാത്രമല്ല, തൻ്റെ ജോലിയിൽ ആ ഒരു ട്രാൻസ്ഫറും താൻ പ്രതീക്ഷിച്ചതിനും വേഗത്തിൽ കർത്താവ് അത് ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ. കർത്താവ് ട്രാൻസ്ഫറും കൊടുത്തു, ജോലി സംബന്ധമായിട്ടുള്ള അനുഗ്രഹങ്ങളും കൊടുത്തു, അതോടൊപ്പം തന്നെ രോഗസൗഖ്യവും കൊടുത്തു. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത വിടുതലായി നന്ദി, സൗഖ്യത്തിനായി നന്ദി കർത്താവേ, ദൈവമഹത്വത്തിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്ത ഭാഗത്ത് പറയുന്നു, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. സാധാരണ മുട്ടുന്നത് എവിടെയാണ്? അടഞ്ഞു കിടക്കുന്ന വാതിലിൻ്റെ മുൻപിലാണ് സാധാരണ മുട്ടാറുള്ളത്. തുറന്നു കിടക്കുന്ന വാതിലിൻ്റെ മുൻപിൽ നമുക്കൊരിക്കലും മുട്ടേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, വാതിലിനകത്ത് അല്ലെങ്കിൽ വീടിനകത്ത്, നമ്മൾ മുട്ടുന്ന വാതിലിനകത്ത് ആരെങ്കിലും ഉണ്ട് എന്ന ഉറപ്പിന്മേലാണ് സാധാരണ നാം മുട്ടാറുള്ളത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഓർക്കുക, നിങ്ങൾ മുട്ടുന്നത് സ്വർഗത്തിൻ്റെ വാതിലിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൻ്റെ വാതിലിലാണ്. നിങ്ങൾ ഇതുപോലെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വർഗത്തിന്റെ വാതിലിന്റെ പുറകിൽ നിങ്ങൾക്ക് മറുപടി നൽകുവാൻ, എഴുന്നേറ്റ് വന്ന അനുഗ്രഹം നൽകുവാൻ ഒരു സ്വർഗത്തിലെ പിതാവുണ്ട്. ആ മുട്ട് കേട്ടാൽ അവൻ ഒരിക്കലും അവിടെ കയ്യും കെട്ടി നിൽക്കയില്ല. വേഗത്തിൽ വന്ന് വാതിൽ തുറന്ന് മുട്ടുന്നവന്റെ ആവശ്യം അവൻ നിവർത്തിച്ച് നൽകുന്നവനാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാല് അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറയൂ, നിന്റെ മുട്ടുകേട്ട് കർത്താവ് വാതിൽ തുറക്കാം. പറഞ്ഞാലും ഹല്ലേലൂയ. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ അന്വേഷിക്കുന്നത് കണ്ടെത്തും, നാം മുട്ടുന്നതിൻ്റെ മേൽ തുറക്കപ്പെടും, നാം ചോദിക്കുന്നത് കർത്താവ് നൽകി തരിക തന്നെ ചെയ്യും. എന്നാൽ ചില സമയത്തൊക്കെ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടാകാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ അന്വേഷിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കർത്താവിന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാൻ പാടില്ലേ? ഇതെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ യേശു കർത്താവ് ദൈവം എന്നുള്ളത്? ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പലരുമൊക്കെ ചോദിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ഒരു ആശയവിനിമയം നടക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു ദൂര സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്, നിങ്ങളുടെ ഭാര്യ ഈ നാട്ടിലുണ്ട്, നിങ്ങൾ 2 വർഷത്തേക്ക് ജോലിക്ക് പോയി. ഈ 2 വർഷം വരെയും ആ പെണ്ണിനോട് മിണ്ടിയില്ലെങ്കിൽ, ആ ഭാര്യയോട് മിണ്ടിയില്ലെങ്കിൽ എത്ര സങ്കടകരമായ കാര്യമായിരിക്കും അത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇതുപോലെ ദൈവം നിങ്ങളുടെ സ്വന്തമായതുകൊണ്ട്, ദൈവം നിങ്ങളുടെ അപ്പനായതുകൊണ്ട്, ദൈവം നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവായതുകൊണ്ട്, ആ അപ്പനോട്, ആ പിതാവിനോട് എല്ലായ്പ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരു അപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിലെ മകൾ ഓടിച്ചെന്ന് അപ്പൻ അടുക്കൽ കിന്നാരം പറയുന്നത് പോലെ, സ്വകാര്യങ്ങൾ പറയുന്നത് പോലെ, കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് പോലെ സ്വർഗത്തിലെ പിതാവിനും മനുഷ്യരായ നമ്മെക്കുറിച്ചൊരാഗ്രഹമുണ്ട്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ കളികളും നമ്മുടെ സന്തോഷവും എല്ലാം തന്നോട് നാം പറയണമെന്ന് അവനൊരാഗ്രഹമുണ്ട്. എത്ര പേരത് സമ്മതിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ മനുഷ്യരോട് പറഞ്ഞിട്ട് ഒരു വിടുതലും ലഭിച്ചില്ലെങ്കിൽ പ്രയാസപ്പെടരുത്. നിങ്ങളുടെ സങ്കടം മുഴുവൻ കേൾക്കുവാൻ കഴിവുള്ളൊരു വലിയ ചെവിയുള്ള, നിങ്ങളുടെ കണ്ണുനീർ മുഴുവൻ കാണുന്ന വലിയ കണ്ണുള്ള ഒരു ദൈവം സ്വർഗത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ആ ദൈവത്തോട് നിങ്ങൾ പറയുമ്പോൾ അവനത് കേൾക്കും, അവനത് കാണും, അവൻ നിങ്ങൾക്കതിനുള്ള മറുപടി നൽകി തരിക തന്നെ ചെയ്യും. അടുത്ത ഭാഗമാണ് അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ കൂടെ ഒന്ന് വായിക്കാമോ? പിതാക്കന്മാരായ നിങ്ങളിൽ ഒരുവനോട് മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? പാമ്പിനെ കൊടുക്കുമോ? അല്ല, അവൻ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ നിങ്ങൾ ദോഷികളാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഓ,
ഞാൻ ഇത്രയും നേരം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥനയിൽ മനുഷ്യൻ്റെ പങ്ക് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഇതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പങ്ക്, ഗോഡ്സ് പാർട്ട് ഇൻ പ്രെയർ, അതാണ് ഇനി അടുത്ത ഭാഗത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായി പോകുന്നത്. എന്താണ് പ്രാർത്ഥിക്കുമ്പോഴുള്ള ദൈവത്തിൻ്റെ പങ്ക് എന്നുള്ളത്? ഇവിടെ നാം കാണുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള, വിരോധാഭാസമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ ചോദിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുമോ? അത് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ ബാക്കി 2 കാര്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? പിന്നീട് അവിടെ എഴുതിയിട്ടുണ്ട്, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇവിടെയുള്ള പിതാക്കന്മാരെല്ലാം ഒന്ന് കൈയൊന്ന് ഉയർത്തിക്കേ. അപ്പന്മാരായിട്ടുള്ളവരെല്ലാവരും ഒന്ന് കൈയൊന്ന് ഉയർത്തിക്കേ. നിങ്ങളുടെ മകൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പ കൈ താഴെയിട്ടാലും എനിക്ക് ഒരപ്പം വേണം, ഇന്ന കേക്ക് വേണം എന്ന് പറയുന്ന സമയത്ത് കേക്കിൻ്റെ അതേ ഷേപ്പിലുള്ളൊരു കല്ല് മേടിച്ച് നന്നായിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾ കൊടുക്കുമോ? ഒരിക്കലുമില്ല. അപ്പന്മാർക്കറിയാം. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഒരിക്കലുമില്ല. ഇന്നത്തെ കാലത്തെ അപ്പന്മാരെ കുറിച്ച് അമ്മമാർക്കുള്ള ഏക പരാതി എന്നുള്ളത് മക്കളെ ഏറ്റവും കൂടുതൽ കൊഞ്ചിക്കുന്ന, ലാളിക്കുന്ന അപ്പന്മാരാണ് ഇന്നത്തെ അപ്പന്മാർ, ഇന്നത്തെ കാലത്തെ അപ്പന്മാർ എന്നാണ് അമ്മമാരുടെയൊക്കെ പരാതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, അപ്പനിങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയല്ലേ എന്നാണ് കരുതുന്നത്. സത്യത്തിൽ അപ്പൻ എന്ന് പറയുന്ന ഫിഗർ, അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്ന ആ വ്യക്തിത്വം കൊഞ്ചിക്കാനും ലാളിക്കാനുമുള്ളതാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ഒരു കാലത്തുണ്ടായിരുന്ന പിതാക്കന്മാർ മക്കളെ കൊഞ്ചിക്കില്ല, ലാളിക്കില്ല, വളരെ ദൂരെ നിന്ന് മാത്രമേ സംസാരിക്കുകയുള്ളൂ, കൽപ്പനകൾ പുറപ്പെടുവിക്കുക മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ വിദ്യാഭ്യാസം വരുത്തിയ മാറ്റമാണ് പിതാക്കന്മാർ മക്കളെ അടുത്തിരുത്താനും മടിയിലിരുത്താനും ലാളിക്കാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ ലാളിക്കുകയും മടിയിലിരുത്തുകയും കൊഞ്ചിക്കുകയൊക്കെയും ചെയ്യുന്ന അപ്പന്മാർക്ക് വേണ്ടി സഹോദരിമാരെല്ലാവരും ഒരു നല്ല കയ്യടി കൊടുത്തേ അവർക്കൊരു. യെസ്, താങ്ക് യു സോ മച്ച് ഫാദേഴ്സ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മക്കളെ കൊഞ്ചിക്കാത്ത അപ്പന്മാരുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ മക്കളെ നിങ്ങൾ കൊഞ്ചിക്കാനായിട്ട് തുടങ്ങണം, ലാളിക്കാനായിട്ട് തുടങ്ങണം. ഒരു പ്രായമായാൽ അവരുടെ അടുക്കൽ കൂട്ടുകാരെ പോലെ പെരുമാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഒരു പിതാവിൽ നിന്ന് അങ്ങനെയാണ്. കാരണം ബൈബിൾ പറയുന്ന അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ, അമ്മയ്ക്കല്ല, പ്രസവിച്ചത് അമ്മയായിരിക്കാം, ചുമന്നത് അമ്മയായിരിക്കാം, പക്ഷെ ബൈബിൾ പറയുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പോൾ ദൈവത്തെ എപ്പോഴും കാണിക്കുന്ന പിതാവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. അപ്പന്മാർ എല്ലായ്പ്പോഴും ചോദിക്കുമ്പോൾ അതുപോലെ ചോദിക്കുന്നത് തന്നെ കൊടുക്കുന്നതാണ്. അപ്പൻ ചോദിച്ചാൽ അപ്പം കൊടുക്കും, മുട്ട ചോദിച്ചാൽ മുട്ട കൊടുക്കും, മീൻ ചോദിച്ചാൽ മീൻ കൊടുക്കും. കാരണം ഭൂമിയിലെ പിതാക്കന്മാർ ചോദിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്നവരല്ലേ? യേശു കർത്താവ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശരിയല്ലേ? അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ദോഷികളായ നിങ്ങൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമിയിലെ പിതാക്കന്മാർ ചില സമയങ്ങളിൽ ചോദിക്കുന്നത് പോലെയൊക്കെ കൊടുക്കുമെങ്കിലും ചില സമയങ്ങളിൽ അവർ ദോഷികളായിട്ട് പെരുമാറാനുള്ള സാധ്യതകളുണ്ട്. ചില പിതാക്കന്മാർ ചില സമയങ്ങളിൽ ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വമായിട്ട് അവർ കല്ലോ അല്ലെങ്കിൽ പാമ്പിനെയോ തേളിനെയോ മക്കൾക്ക് കൊടുക്കാറില്ല. എന്നാൽ അറിയാതെ ചില സമയങ്ങളിൽ പിതാക്കന്മാർ മക്കൾക്ക് തേളിനെയും പാമ്പിനെയും ഒക്കെ കൊടുക്കാറുണ്ട്. സിസ്റ്റർ എന്തൊക്കെയാണ് ഈ പ്രസംഗിക്കുന്നത്? അറിയാതെ ഞങ്ങൾ പാമ്പിനെയും തേളിനെയും ഒക്കെ കൊടുക്കുമെന്നോ? ചില പിതാക്കന്മാർ പിടിവാശി പിടിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിലൊരു സ്വപ്നമാണ് എൻ്റെ മകൻ ഒരു എഞ്ചിനീയറായി തീരണമെന്നുള്ളത്, എൻ്റെ മകൾ ഒരു ഡോക്ടറായി തീരണമെന്ന്. ഒരിക്കലും അതിനുള്ള കഴിവില്ലെങ്കിൽ പോലും ഞാൻ അതിനുവേണ്ടി പണം സമ്പാദിച്ചിട്ടുണ്ട്, അതിലേക്ക് അവൾ എത്തിച്ചേരണം. പലപ്പോഴും അങ്ങനെയുള്ള കുട്ടികൾ ഞങ്ങളുടെ അടുക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം ഇതാണ്, ആൻറ്റി, അങ്കിൾ, എനിക്കിത് പഠിക്കാൻ പറ്റില്ല,
ഇത്രയും ലോഡ് എടുക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്നിലൂടെ പൂവണിയിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ച് കോഴ്സിനാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്ര സെമസ്റ്ററിൻ്റെ പേപ്പറുകൾ എനിക്ക് നഷ്ടമായി, ഞാൻ ഒന്നും പാസ്സായിട്ടില്ല. പക്ഷെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് പോലുമില്ല ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. ഒരു പക്ഷേ ഞാൻ ഇതിൻ്റെ അവസാനത്തെ റിസൾട്ട് വരുന്നതിന് മുൻപ് ഞാൻ ആത്മഹത്യ ചെയ്യുമായിരിക്കും. മാതാപിതാക്കളെ, അപ്പന്മാരെ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തേളിനെ സമ്മാനിക്കുകയാണ്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കല്ലുകളെ സമ്മാനിക്കുകയാണ്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പാമ്പിനെ സമ്മാനിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിനനുസരിച്ച്, അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെയല്ല, അവർക്കെടുക്കാൻ സാധിക്കുന്ന കോഴ്സുകളിലേക്ക്, ഭാവിയുടെ മേഖലകളിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുന്ന കൂട്ടുകാരായിരിക്കണം ഓരോ കുടുംബത്തിലെയും അപ്പന്മാരെന്നുള്ളത്. സ്വർഗത്തിലെ പിതാവ് ഇതുപോലെയാണ്. അപ്പം ചോദിച്ചാൽ അപ്പം തന്നെ കൊടുക്കുന്നത് ആണ് ഭൂമിയിലെ പിതാവ്. മീൻ ചോദിച്ചാൽ ഒരിക്കലും പാമ്പിനെ കൊടുക്കാതെ മീനിനെ കൊടുക്കുന്നു. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കാതെ മുട്ട തന്നെ ചോദിക്കുന്നത് തന്നെ കൊടുക്കുന്നതാണ് ഈ ഭൂമിയിലെ പിതാക്കന്മാർ. എന്നാൽ സ്വർഗത്തിലെ പിതാവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന എന്താണെന്നറിയാമോ? നല്ല ദാനങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ഈ ഭൂമിയിലെ പിതാക്കന്മാരെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഒരു വലിയ സംശയം തോന്നും ഇവിടെ. അയ്യോ, ഞാൻ ചോദിച്ചത് അപ്പമല്ലേ? ചോദിക്കുന്നവർക്ക് അപ്പമല്ലേ കൊടുക്കേണ്ടത്? ഞാൻ ചോദിച്ചത് മുട്ടയല്ലേ? മുട്ടയല്ലേ പകരം സ്വർഗത്തിലെ ദൈവം തരേണ്ടത്? ഞാൻ ചോദിച്ചിരിക്കുന്നത് മീനല്ലേ? മീനല്ലേ എനിക്ക് തരേണ്ടത്? പകരം എന്തിനാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്? ഒരു നല്ല ചോദ്യമാണിത്. എന്നാൽ ഓർക്കുക, മനുഷ്യൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾക്കും മനുഷ്യൻ്റെ ആത്മികമായ ആവശ്യങ്ങൾക്കും ദൈവം പ്രതിവിധിയായി നൽകുന്ന ദാനം എന്നുള്ളത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിയുമ്പോൾ അതിലൂടെ മനുഷ്യന്റെ ആത്മീകമായ കാര്യങ്ങളും മനുഷ്യന്റെ ഭൗതികമായ കാര്യങ്ങൾക്കും മറുപടി ഉണ്ടാവുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനത്തിൽ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുവാൻ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിന് കഴിയും. അതിൻ്റെ അർത്ഥം, നാം ദൈവത്തോട് മുട്ട ചോദിച്ചാൽ, അപ്പം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു പക്ഷെ മീനിനെ ചോദിച്ചാൽ അതിനേക്കാൾ കൂടുതൽ നൽകുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയാണ്. ഹല്ലേലൂയ പറയാമോ? എന്തിനും ദൈവം നൽകുന്ന ഒരു ഒറ്റ മൂല്യമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ടാകും. കൈകൾ ഉയർത്തി ഒന്ന് ഉറക്കി വിളിക്കാമോ? പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഓർക്കുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ, നിങ്ങൾ നനച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ. സാധാരണയായിട്ട് നിങ്ങൾ ഭർത്താവിനോട് ഒരു സാരി വാങ്ങിച്ചുകൊണ്ട് വരണേ എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ചിന്തിച്ചത് ഇന്ന കളറ്, ഇന്ന പൂവുള്ളത്, ഇത്രയും വിലയുള്ള ഇങ്ങനൊരു സാരി എൻ്റെ ഭർത്താവ് കൊണ്ടുവന്നെങ്കിൽ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞില്ല വായുകൊണ്ട്. പക്ഷേ വന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചതിനേക്കാളും, നിങ്ങൾ വിചാരിച്ചതിനേക്കാളും, നിങ്ങൾ ചോദിച്ചതിനേക്കാളും വിലയുള്ളതും മനോഹരവുമായ ഒരു സാരിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ സന്തോഷം എത്ര വലുതായിരിക്കും. ഇതുപോലെ പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നിങ്ങൾ ഭാവന കണ്ടിട്ടുള്ളതിനേക്കാൾ അപ്പുറമായി, നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി ദൈവം അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്നുണ്ട്? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം പറഞ്ഞു തരട്ടെ, ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ. വേഗത്തിൽ ദൈവത്തിൻ്റെ നന്മകൾ പ്രാപിക്കാനുള്ള ഒരു മുഖാന്തരമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നോക്കൂ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലഭിക്കും. അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ബുദ്ധിയിൽ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കും. കേസ് മാറണേ, ഇന്നത് സംഭവിക്കണേ, ഇതുപോലെ നടക്കണേ, രോഗം മാറണേ എന്നൊക്കെ ബുദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒക്കെ നോ എന്നൊക്കെ വരും, ചിലതിനൊക്കെ താമസം വരും. എന്തുകൊണ്ടാണ് അത് നമ്മൾ അറിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനായി തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനായി തുടങ്ങും. അയ്യോ, ഒന്ന് നോക്കിക്കേ, നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പോയി ആ കാര്യത്തെ ഇടപെട്ട് ഒരു കാര്യം പരിഹരിക്കുകയാണെങ്കിൽ എത്ര വലിയതായിരിക്കും ആ കാര്യം, എത്ര എളുപ്പം ആ കാര്യം നടക്കും അല്ലേ? ഇതുപോലെ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി നമുക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവിനോട് പ്രാർത്ഥിക്കും. എപ്പോൾ? പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിച്ച് കഴിയുമ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പങ്ക് നാം ചിന്തിക്കുന്നതിനേക്കാളുപരിയായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുക. ദൈവത്തിൻ്റെ പങ്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ വിശ്വാസമാണ് ഏറ്റവും വലിയ ഒരു കാഴ്ചയായി, തിരുമുൽ കാഴ്ചയായി ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവിക വിടുതലുകൾ ഈ സമയത്ത് സംഭവിക്കട്ടെ. എക്സ്ട്രാ മാസ് പോലെ മാംസം ചില സ്ഥലങ്ങളിൽ വളർന്ന് ഭയങ്കരമായ പ്രയാസത്തിലായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. സർജറി കൂടാതെ ആ അമിത വളർച്ച യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. വിവിധ രീതിയിലുള്ള ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എയ്ഡ്സ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ചില അപൂർവ രോഗങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകുന്നുണ്ട്. ക്ലെമൻറ്റ് എന്നു പേരുള്ളൊരു സഹോദരൻ അപൂർവമായ ചില രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യം അവിടെ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ഉറങ്ങുമ്പോൾ ശ്വാസം കിട്ടാതെ ഭയങ്കരമായ ബ്രീത്തിങ് പ്രോബ്ലമുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം. ഹാർട്ട്, മറ്റ് ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഈ സമയത്ത് സൗഖ്യമാകുന്നുണ്ട്. ഇൻ ജീസസ് നെയിം. പ്രവർത്തിക്കാത്ത കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. ഫാദർ, വി ബിലീവ് ഇൻ യു ആൻഡ് വി ബിലീവ് ഇൻ ദ മിറക്കിൾസ് ദാറ്റ് യു ഡു, ഓ ഫാദർ, ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. മക്കളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോൾ വിശ്വസിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. സ്കിൻ ഡിസീസുകൾ, ത്വക്കിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, അലർജികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. അതുപോലെ അസ്ഥിയുടെ അകത്തുള്ള മജ്ജയ്ക്ക് തകരാറ് സംഭവിച്ചുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കും. ഹൈ ബി പി, ലോ ബി പി യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഷുഗർ ഹൈ ആയതും ലോ ആയതും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നാമത്തിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ഫാദർ. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. ദൈവികമായ രോഗസൗഖ്യവും അത്ഭുതവും പല സ്ഥലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ലോർഡ്. ഇത് കാണുന്ന ഏതൊരു വ്യക്തി ഇലക്ട്രിക് ഷോക്ക് ഏറ്റു, അതിനുശേഷം നിങ്ങളുടെ ശരീരത്തിൽ ചില പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. യൂറിനറി പ്രോബ്ലം സൗഖ്യമാകട്ടെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, ഈ വിടുതൽ
അങ്ങ് ഓരോരുത്തരിലും പകർന്നതിനാൽ നന്ദി. നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ സാമ്പത്തിക വിഷയമാകാം, ജോലിയുടേതാകാം, മക്കളുടേതാകാം, കൊച്ചുമക്കൾ എന്താണെങ്കിലും കൈനീട്ടി പിടിച്ച് ഇപ്പോൾ വിശ്വസിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ചിലരൊക്കെ ഉള്ളിൽ കർത്താവിനോട് ചിലത് നേർന്ന് കർത്താവ് വിടുതൽ തരുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടുകൊണ്ടിരിക്കുക. കർത്താവെ, വലിയ അത്ഭുതങ്ങളും വിടുതലുകളും ഓരോ വ്യക്തികൾക്ക് വേണ്ടി കർത്താവ് ഇത് ചെയ്യുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ഇതേ ചാനൽ ഇതേ സമയത്ത് ഈ പ്രോഗ്രാം നടക്കുന്നു. ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരോട് തീർച്ചയായിട്ടും പറയണം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങളും നമ്മുടെ സന്ദേശങ്ങളും ആവശ്യമുള്ളവർ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക, നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you tomorrow. Bye-bye. If you want the exaltation in your life, you should have is the favor of the Lord. നിങ്ങൾക്കൊരു ഉയർച്ച വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ മമത, ദൈവത്തിന്റെ കൃപ. ബൈബിളാനിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: സാരമില്ല എന്ന് വെച്ച് ഉടച്ചു കളഞ്ഞൊരു കലം എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഹു ഈസ് കമ്പയർഡ് ടു എ ഡെസ്പൈസ്ഡ് ബ്രോക്കൺ ഐഡൽ? ഓപ്ഷൻസ്: എ ഇരമ്യാവ്, ബി മിഖയാവ്, സി ഹനന്യാവ് ആൻഡ് ഡി കൊന്യാവ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് OM ബോക്സ് നൽകുന്ന പ്രത്യേക സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.